പ്രശസ്ത കലാകാരനും രാജ്യാന്തര ക്യൂറേറ്ററുമായ ഖാദർ അത്തിയെ കൊച്ചി മുസിരിസ് ബിനാലെ 7ാം പതിപ്പിന്റെ ക്യൂറേറ്ററായി പ്രഖ്യാപിച്ചു. വെനീസിൽ നടന്ന ചടങ്ങിൽ കൊച്ചി മുസിരിസ് ബിനാലെ പ്രസിഡന്റ് ജിതീഷ് കല്ലാട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതാദ്യമായാണ് ഒരു വിദേശ കലാകാരൻ ബിനാലെയുടെ ക്യൂറേറ്ററാകുന്നത്. 1970 ഫ്രാൻസിലെ ഡെഗ്നിയിൽ ജനിച്ച ഖാദർ അത്തിയ ഹാംബർഗ് യൂണിവേഴ്സിറ്റി ഓഫ് ഫൈൻ ആർട്സിലെ പ്രൊഫസറാണ്. ചരിത്രം, ഓർമ്മ, കൊളോണിയലിസത്തിന്റെ അനന്തരഫലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇൻസ്റ്റലേഷൻ, ശില്പം, സിനിമ, ആർക്കൈവൽ ഗവേഷണം എന്നിവയിലൂടെ കലയെ നരവംശാസ്ത്രവുമായും ദർശനങ്ങളുമായും അദ്ദേഹം ബന്ധിപ്പിക്കുന്നു. വെനീസിൽ നടന്ന ചടങ്ങിൽ കൊച്ചി മുസിരിസ് ബിനാലെ പ്രസിഡന്റ് ജിതീഷ് കല്ലാട്ട് അധ്യക്ഷനായ സമിതിയാണ് അത്തിയെ ക്യൂറേറ്ററായി തിരഞ്ഞെടുത്തത്. 2014 നടന്ന 2ാം ബിനാലെയിൽ അത്തിയെ കലാകാരൻ നിലയിൽ പങ്കെടുത്തിരുന്നു. ബിനാലെയുടെ 6ാം പതിപ്പ് സംവാദങ്ങൾക്കും സർഗാത്മകതയ്ക്കും വലിയ വേദിയായിരുന്നുവെന്ന് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വേണു വി പറഞ്ഞു. ഏകദേശം ഒരു 1.5 വർഷം സമയമുണ്ട്. അടുത്ത ഡിസംബർ 2027 അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബിനാലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷം സമയമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ വരുന്ന വർഷം ഡിസംബർ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് ലിസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലോട്ട് ബിനാലെ പോവും. ജനുവരി തൊട്ട് ഏകദേശം ഏപ്രിൽ വരെ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ഫേസും പിന്നെ മെയ് തുടങ്ങി പതുക്കെ ആ പ്രൊഡക്ഷൻ ഫേസും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ജൂൺ തൊട്ട് ഒരു നവംബർ അവസാനമാകുമ്പോഴത്തേക്കും ബിനാലയുടെ എല്ലാ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ പബ്ലിക് സ്പെക്ടക്കിൾ ഡിസംബറിലാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിവിധ കലാസങ്കേതങ്ങളെ കൊച്ചിയുടെ ചരിത്രവും ജനങ്ങളുടെ ജീവിതവുമായി കൂട്ടിയിണക്കാൻ ഖാദർ അത്തിയുടെ നിർദ്ദേശങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. ബിനാലെയുടെ 7ാം പതിപ്പ് 2027 ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.